വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സ്പോർട്സ് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. കഴിഞ്ഞ പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറണ്ട് അഫേഴ്സും ഇതിനിടയിൽ വരുന്നുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് അതുപോലെ തന്നെ SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരാണ്? PV സിന്ധു, K ദീപിക, മിന്നുമണി, VP പ്രിയയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ശരിയായ ആൻസർ ഏതാണ്? ഇതാണ് മിന്നുമണിയാണ് അല്ലേ. മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരാണ്? മിന്നുമണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ്? ആദ്യമായി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ്? ആർക്കാണ് ആദ്യമായിട്ട് ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ. സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ആദ്യമായിട്ട് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ്? ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ്? മാനുവൽ ഫ്രെഡറിക് കേട്ടോ. മാനുവൽ ഫ്രെഡറിക്കിനാണ് എന്ത് ലഭിക്കുന്നത്? ഒളിമ്പിക്സ് മെഡൽ അല്ലേ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയനാണ് മാനുവൽ ഫ്രെഡറിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്ക് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം, ഏറ്റവും വലിയ ദ്രോണാചാര്യ പുരസ്കാരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോണാചാര്യ പുരസ്കാരം ഏതാണ്? ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ ഏറ്റവും മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോണാചാര്യ പുരസ്കാരം ഏതാണ്? ഓപ്ഷൻസ് വായിക്കണോ? വേണ്ട അല്ലേ. ഓപ്ഷൻസ് വായിച്ചിനി ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടി തലയിരിക്കേണ്ട അല്ലേ. ശരിയായ ആൻസർ പറഞ്ഞു നോക്കാം. GV രാജ അവാർഡ്, ടൈം അച്ചീവ്മെൻറ്റ് GV രാജ അവാർഡാണ് ഏറ്റവും വലിയ ദ്രോണാചാര്യ പുരസ്കാരം. എന്തിനാണ് ലഭിക്കുന്നതാണ്? കേരളത്തിലെ ഏറ്റവും മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ദ്രോണാചാര്യ പുരസ്കാരം ഏതാണ്? GV രാജ അവാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരായിരിക്കും? കായിക വകുപ്പ് മന്ത്രിയാണല്ലേ. കായിക വകുപ്പ് മന്ത്രിയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാൻ. കായിക വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതാ താരം ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതാ താരം ആരാണ്? KC ഏലമ്മയ്ക്കാണ് എന്ത് ലഭിക്കുന്നത്? അർജുന അവാർഡ് ആദ്യമായിട്ട് നേടിയ മലയാളി വനിതാ താരമാണ് KC ഏലമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 1965 അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ്? 1965 അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ്? ഓപ്ഷൻ A C ബാലകൃഷ്ണൻ. 1965 അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയൻ C ബാലകൃഷ്ണൻ. നെക്സ്റ്റ്: പ്രഥമ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ കേരളീയൻ ആരാണ്? പ്രഥമ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ കേരളീയൻ ആരാണ്? OM നമ്പ്യാർ. പ്രഥമ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ കേരളീയൻ OM നമ്പ്യാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 29-നാണ്. ഓഗസ്റ്റ് 29-നാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29-നാണ്. നെക്സ്റ്റ്:
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കേരള കായിക ദിനം എന്നാണ് അല്ലേ? കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ഒക്ടോബർ 13-നാണ്. ഒക്ടോബർ 13-നാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? ഒക്ടോബർ 13-ആണ്. ഒക്ടോബർ 13-നാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് ആദ്യം തന്നെ എന്താണ് ചോദിച്ചത്? ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ദിവസം പറഞ്ഞത് ഓഗസ്റ്റ് 29 ആയിരുന്നു. കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനം ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ്? ആരുടേതാണ്? GV ഗോദവർമ്മ രാജ. GV ഗോദവർമ്മ രാജ. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? GV ഗോദവർമ്മ രാജ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ്? ആരുടേതാണ്? ബി, ഓപ്ഷൻ ബി, മേജർ ധ്യാൻചന്ദ് അല്ലേ? മേജർ ധ്യാൻചന്ദിനെയാണ്. അപ്പോൾ രണ്ടും ക്ലിയർ ആയി പഠിക്കുക. കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് GV ഗോദവർമ്മ രാജയുടെ ജന്മദിനവും ദേശീയ തലത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്ന മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനവുമാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാനാണ്. വി അബ്ദുറഹ്മാനാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. നെക്സ്റ്റ്, ദേശീയ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ദേശീയ കായിക വകുപ്പ് മന്ത്രി ആരാണ്? നമുക്ക് ഓപ്ഷനിലില്ല. ഇപ്പോഴത്തെ ദേശീയ കായിക വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യ. അപ്പോൾ ഇപ്പോഴത്തെ ദേശീയ കായിക വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാനാണ്. വി അബ്ദുറഹ്മാനാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. ദേശീയ കായിക വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ പ്രധാന കായിക ബഹുമതിയായി അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ പ്രധാന കായിക ബഹുമതിയായ അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? എന്നാണ് വർഷം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? 1961-ലാണ്. 1961-ലാണ് ഇന്ത്യയിൽ പ്രധാന കായിക ബഹുമതിയായ അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ ധ്യാൻചന്ദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? മേജർ ധ്യാൻചന്ദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനവുമായിട്ടാണ് മേജർ ധ്യാൻചന്ദ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് കായിക ഇനവുമായിട്ടാണ്? ഹോക്കിയാണ് അല്ലേ? ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് മേജർ ധ്യാൻചന്ദ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1985 മുതൽ കായിക രംഗത്തെ മികച്ച പരിശീലകനെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? 1985 മുതൽ കായിക രംഗത്തെ മികച്ച പരിശീലകനെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ദ്രോണാചാര്യ പുരസ്കാരം. ദ്രോണാചാര്യ പുരസ്കാരമാണ് 1985 മുതൽ കായിക രംഗത്തെ മികച്ച പരിശീലകനെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? ദ്രോണാചാര്യ പുരസ്കാരം. നെക്സ്റ്റ്, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ആർക്കാണ് ആദ്യമായിട്ട്, ഏത് മലയാളി വനിതയ്ക്കാണ് ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ്? KM ബീനാമോൾ. KM ബീനാമോളിനാണ് കേട്ടോ. KM ബീനാമോളിനാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? KM ബീനാമോൾ. നെക്സ്റ്റ്, പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്?
ആരാണ്? PT ഉഷയാണ് അല്ലേ. PT ഉഷയ്ക്കാണ് ആദ്യമായിട്ട് എന്ത് ലഭിക്കുന്നത്? പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് PT ഉഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്? ആരാണ്? ധ്യാൻചന്ദ് ആണ് അല്ലേ. ധ്യാൻചന്ദ് ആണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ധ്യാൻചന്ദിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഏതാണ്? ഖത്തറാണ്. ഖത്തറാണ് 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഖത്തറാണ്. നെക്സ്റ്റ്, കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായ വർഷം ഏതാണ്? കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായ വർഷം. കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായത് ഏത് വർഷമാണ്? 1956 1956 കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്പോർട്സ് ബില്ല് പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ്? കേരളമാണ്. സ്പോർട്സ് ബില്ല് പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആരെയാണ് ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത്? PT ഉഷയാണ്. PT ഉഷയാണ് ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത്. ആരെയാണ്? PT ഉഷ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.